അങ്ങനെ അവിടെ ഇങ്ങനെ കൂടി കാറൊക്കെ തുടയ്ക്കുക. അപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല അതിനെപ്പറ്റി. ആരാണ് പുതിയതെന്നൊന്നും ചോദിച്ചില്ല. അദ്ദേഹത്തിന് മനസ്സിലായി കാണും. അപ്പോൾ മിക്കവാറും ആ പയ്യനും പറഞ്ഞു കാണും വിഷമതകളുണ്ടായിരിക്കാം എന്നുള്ളത്. അങ്ങനെ അവിടെ നിൽക്കും. അവിടെ നിന്ന് അവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട് അതിന് തൊട്ടപ്പുറത്ത്. ഇപ്പോൾ രാധാകൃഷ്ണൻ്റെ വീടിൻ്റെ മൂലയ്ക്ക്. വിദ്വാനാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്വാനായിട്ടില്ല? ഇല്ല, അന്ന് ഡിഗ്രി ഒന്നുമില്ല. ഗാനഭൂഷണം ഇതാണ്, ഡിപ്ലോമയാണ്. അത് കഴിഞ്ഞിട്ട് സംഗീത വിദ്വാൻ എന്നുള്ള കോഴ്സിന് വേണ്ടി തിരുവനന്തപുരത്ത് പോയി. അവിടെയാണ് ചെമ്മാങ്കുടി സ്വാമിയായിട്ട് ഒരു വർഷം കഴിഞ്ഞുവിടാനുള്ള ഭാഗ്യം കിട്ടി. അദ്ദേഹമാണ് പഠിപ്പിക്കുന്നത് ഹയർ സ്റ്റഡീസിലൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു വർഷം കഷ്ടിച്ച് തള്ളിപ്പോയി. എപ്പോഴും താമസിക്കാനും ഭക്ഷണത്തിനൊക്കെ ഈ തിരുവനന്തപുരത്തുള്ള വിഷമത കൊണ്ട് ഞാനിപ്പോൾ അതൊക്കെ അറിയാതെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ സ്വാമിയുടെ കാർഡ് ഷെഡിലോട്ട് പ്രവേശിച്ചു, അദ്ദേഹത്തിന് അനുവാദം ഇല്ലാണ്ട്. അങ്ങനെ അവിടെ ഇങ്ങനെ കൂടി കാറൊക്കെ തുടയ്ക്കുക. അപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല അതിനെപ്പറ്റി. ആരാണ് പുതിയതെന്നൊന്നും ചോദിച്ചില്ല. അദ്ദേഹത്തിന് മനസ്സിലായി കാണും. അപ്പോൾ മിക്കവാറും ആ പയ്യനും പറഞ്ഞു കാണും വിഷമതകളുണ്ടായിരിക്കാം എന്നുള്ളത്. അങ്ങനെ അവിടെ നിൽക്കും. അവിടെ നിന്ന് അവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട് അതിന് തൊട്ടപ്പുറത്ത്. ഇപ്പോൾ രാധാകൃഷ്ണൻ്റെ വീടിൻ്റെ മൂലയ്ക്ക്. അവിടെ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ ദേവി എന്നെ ശരിക്കും ഒന്ന് അനുഗ്രഹിച്ചു എന്ന് തോന്നുന്നു. അത് സാധാരണ അങ്ങനെയാണ് പറയാറ് തമിഴ്നാട്ടിൽ. ചിക്കൻ ബോക്സ് പോലെ വന്നു. അത് കഴിഞ്ഞ് നേരെ സ്വാമി പറഞ്ഞു ഇങ്ങനെ പോയി നീ വീട്ടിൽ പോയിട്ടൊക്കെ ശരിയായിട്ടൊക്കെ വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം അദ്ദേഹം പറഞ്ഞു അത് അവന് നല്ല ഭാഗ്യം കിട്ടിയെന്ന് തോന്നുന്നു, ദേവി അനുഗ്രഹിച്ചു എന്ന് തോന്നുന്നു. അതിനുശേഷം എനിക്ക് തിരിച്ചു വരാനൊത്തില്ല ഇങ്ങോട്ട്. അപ്പോൾ ഒരു കാര്യം ഞാൻ സന്തോഷിക്കുന്നത് ഞാനിപ്പോഴും വിദ്വാനല്ല. വിദ്വാൻ കോഴ്സിനാണല്ലോ പോയത്, അത് പാസ്സായില്ല. അത് പാസ്സാകാനൊക്കെ ആയതുകൊണ്ട് ഞാൻ വളരെ സന്തോഷിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ വിദ്വാനാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്വാനായിട്ടില്ല? ഇല്ല.